ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ് സി ഡ്രൈവിൻ്റെ സ്പേസ് എങ്ങനെയാണ് ഫ്രീ ആക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സി ഡ്രൈവിൻ്റെ സ്പേസ് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, നിങ്ങളുടെ ടെമ്പററി ഫയൽസ് കംപ്ലീറ്റ് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുക എന്നുള്ളതാണ്. അത് ആവശ്യമുള്ളതൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് റൺ കമാൻഡ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ TMP എന്ന് എൻ്റർ ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുന്ന ഫയൽസ്, ഇത് ഒരുപാട് ഫയൽസ് ഉണ്ടാവും. ഇത് കംപ്ലീറ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഷിഫ്റ്റ് ഡിലീറ്റ് തന്നെ കൊടുക്കുക. ഇതാണ് ഒരു മെത്തേഡ്. ദെൻ %TMP എന്ന് കൊടുക്കുക. ഇത് രണ്ട് ഫോൾഡറാണ്. എന്നിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന ഫയൽസും ഡിലീറ്റ് ചെയ്യുക. രണ്ടും തന്നെ ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുക്കുക. ഡിലീറ്റ് ആവാത്തത് വർക്കിംഗ് ആയിട്ടുള്ളതായിരിക്കും. അത് സെലക്ട് ചെയ്തതിന് ശേഷം സ്കിപ്പ് ചെയ്യുക. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് വിൻഡോസ് അപ്ഡേറ്റിനൊക്കെ ശേഷം നമുക്ക് സ്പേസ് ഒരുപാട് മിസ്സാവുന്നത് കാണാം. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ്. അതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ടിൽ റണ്ണിൽ ക്ലീൻ MGR എന്ന് കൊടുക്കുക. എന്നിട്ട് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ സി ഡ്രൈവ് സെലക്ട് ആയിട്ട് വന്ന് കാണാം. ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം ഇവിടെ ക്ലീൻ അപ്പ് സിസ്റ്റം ഫയൽസ് കാണാം. അത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും C സെലക്ട് ചെയ്യാൻ വേണ്ടി വരും. വീണ്ടും C സ്കാൻ ചെയ്തതിന് ശേഷം ഇവിടെ ഇപ്പോൾ വിൻഡോസ് അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഫയലുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്, അത് നേരത്തെ ക്ലിയർ ചെയ്തതുകൊണ്ടാണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വിൻഡോസ് അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഫയലുകൾ കാണാം. ഇവിടെ ഏറ്റവും കൂടുതൽ സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്താണോ അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. കുറച്ച് ടൈം എടുക്കും അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് മെത്തേഡ് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയൊരു ടൂളാണ് വിസ്ട്രി എന്ന് പറയുന്ന ഒരു ടൂള്. ഈ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ സി ഡ്രൈവ് എവിടെയാണ് കൂടുതൽ സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്നത്, അത് ആവശ്യമില്ലാത്തതാണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സി ഡ്രൈവിനെ സ്കാൻ ചെയ്യുക. ഇതിലിപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, യൂസേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡറാണ് ഏറ്റവും കൂടുതൽ സ്പേസ് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ഇങ്ങനത്തെ വിൻഡോസിൻ്റെ ഉള്ളിലും പ്രോഗ്രാം ഫയൽസിലും ഒക്കെ ഡാറ്റകൾ ഡിലീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ചിലർ പറയുന്നത് കേൾക്കാം സി ഡ്രൈവിലെ സ്പേസ് ഡെയിലി യൂട്ടിലൈസേഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നവർക്കും ഈ ടൂൾ വെച്ചൊന്ന് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഇതൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക നിങ്ങൾ. എന്നിട്ട് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക എവിടെയാണ് ഏറ്റവും കൂടുതൽ ഡാറ്റ സേവ് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്ന്. അത് നിങ്ങൾ സേവ് ചെയ്താണോ അതോ സോഫ്റ്റ്വെയർ വഴി സേവ് ചെയ്യുന്നതാണോ അതോ എന്തെങ്കിലും വൈറസ് ആക്ടിവിറ്റി ആണോ എന്നുള്ളത് വെരിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ യൂസേഴ്സ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ അഡ്മിൻ എന്ന് പറയുന്ന യൂസറാണ് 50 GB യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ് ഫോൾഡർ ഒരു 36 GB ഉണ്ട്. ഇങ്ങനെ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. വെരിഫൈ ചെയ്തിട്ട് ആവശ്യമില്ലാത്തത് എന്താണോ അത് കണ്ടുപിടിച്ച് നമുക്ക് ഡിലീറ്റ് ചെയ്യാനും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സി ഡ്രൈവിൽ സ്പേസ് ഒരു 100 GB മാത്രമേ ഉള്ളൂ. ഈ 100 GB ഏതാണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതിന് തൊട്ടടുത്ത ഡ്രൈവിൽ സ്പേസ് ഫ്രീ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾ അറിയാത്തവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.